സരസ്വതി വിദ്യാമന്ദിർ നന്ദിണ്ട രാമായണ മാസാചരണം 22-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു റിട്ടയേർഡ് അധ്യാപകനായ പ്രഭാകരൻ മാസ്റ്റർ. 1997 കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അവാർഡും 1999 നാഷണൽ ടീച്ചേഴ്സ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സ് റിസോഴ്സ് ഗ്രൂപ്പിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. നിരവധി പാഠപുസ്തകങ്ങളുടെ പണിപ്പുരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. കാവ്യവൃക്ഷത്തിൻ്റെ ഉന്നതമായ ശിഖരങ്ങളിലിരുന്ന് മഹാകവി വാൽമീകി, ആദികവി വാൽമീകി ആകുന്ന കുയിൽ ആ രാമനാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും ഇന്നലെയുമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതഭൂമിയെ ആ കിളിനാദം തെല്ലൊന്നുമല്ല കോൾമയിൽ കൊള്ളിച്ചിട്ടുള്ളത്. ഇന്നും രാമരാജ്യവും രാമനാമവും രാമായണവും ഏറ്റവും ഒടുവിലായി രാമക്ഷേത്രവും ഭക്തർക്ക്, പഠനോത്സാഹികൾക്ക്, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷങ്ങളിലൂടെ വളർന്ന് സംസ്കാര തനിമ നേടുന്നവർക്ക് എല്ലാം പ്രചോദനമായി, ആധാരമായി നിലകൊള്ളുന്നു. ഈ രാമായണ മാസക്കാലത്ത് രാമായണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം അന്വേഷിക്കുന്നതുണ്ട്, നാം അറിയാൻ ആഗ്രഹിക്കുന്നതുണ്ട്. രാമായണം എനിക്കെന്തു തരും? രാമനാമം ഔഷധമാണ്. ഔഷധം ആരോഗ്യപ്രദമാണ്. ഈ കർക്കടക മാസത്തിലെ പ്രത്യേകമായ പ്രകൃതി സമ്പ്രദായത്തിൽ നമുക്കാശ്രയം ഈ രാമനാമം തന്നെ, ഈ രാമാമൃതം തന്നെ. എന്താ കർക്കടകത്തിന് പ്രത്യേകത? സൂര്യൻ ജലരാശിയിൽ പ്രവേശിക്കുന്ന സമയമാണ് കർക്കടകം എന്നാണ് പണ്ഡിതമതം. ആ സമയത്ത് നമുക്ക് ഊർജം ലഭിക്കുന്നതിന് അല്പം ക്ലേശമുണ്ട്. ആ ഊർജം ശരിയായ വിധത്തിൽ നമുക്കെത്തുന്നതിന് ഈ സമയം നമുക്ക് ആവശ്യമാണ് രാമനാമാമൃതം. അതാണ് രാമായണ മാസം നമുക്ക് തരുന്ന പ്രചോദനം. ഇനി അത് വിദ്യ അഭ്യസിക്കുന്നവർക്ക്, ജ്ഞാനം തേടുന്നവർക്ക്, അറിവിനെ ആദരിക്കുന്നവർക്ക് എങ്ങനെയാണ് വന്നു ഭവിക്കുന്നത് എന്ന് നോക്കാം. അയോധ്യയിൽ ജാതനായ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെ അരമനയിലും അന്തഃപുരങ്ങളിലും കടന്നു വളർന്നു വന്നാൽ ഏറ്റവും മഹത്തായ, ഏറ്റവും ആവശ്യമായ പ്രപഞ്ചത്തിൻ്റെ രാവണവധം എന്ന ആ മഹാസംഭവം നടക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ വിശ്വാമിത്ര മഹർഷി രാമനെ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ്. ആദ്യം ദശരഥന് സംശയമായി, എൻ്റെ മക്കളെ വിഷമിപ്പിക്കാനാണോ മഹർഷിയുടെ ശ്രമം? പക്ഷേ അവിടെ കാട്ടിലേക്ക് കൊണ്ടുപോയ രാമനെ വിശ്വാമിത്രൻ പറയുകയാണ്, അതാ വരുന്നു താടക, അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല, ഭുവനാവാസി ജനം ഭുവനേശ്വര പോറ്റി. ഈ താടക നമ്മളിലെല്ലാമുണ്ട്.
നമ്മുടെ ഉപബോധ മനസ്സുകളുടെ അന്ധകാരമാണ്, അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ് താടക. ആ താടകയ്ക്ക് നേരെയാണ് ആദ്യമായ രാമൻ്റെ അസ്ത്രപ്രയോഗം. ആ അസ്ത്രപ്രയോഗത്തിലൂടെ അജ്ഞാനത്തെയാണ് അകറ്റുന്നത്. ഗുരുവിൻ്റെ സഹായത്തോടെ, പഠന പ്രക്രിയയിലൂടെ, പഠന അന്തരീക്ഷത്തിലൂടെ നാം ചെയ്യുന്നതും അതുതന്നെയാണ്. പ്രവൃത്തിയധിഷ്ഠിതമായ, സ്വയം അന്വേഷണപരമായ ഒരു പന്ഥാവിലൂടെ നീങ്ങി ശരിയായ ജ്ഞാനസമ്പാദനമാണ് താടകാവധത്തിലൂടെ നമുക്ക് രാമായണം വരച്ചു കാണിക്കുന്നത്. നിങ്ങളുടെ തമസ്സിനെ, അന്ധതയെ, അജ്ഞാനത്തെ അകറ്റുന്നതിന് ഈ ശ്രേഷ്ഠമായ കാവ്യം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അത് ഒരു രാക്ഷസിയുടെ വധത്തിലൂടെ.